പനീറിന്റെ സമൃദ്ധി, ഗ്രീൻ പീസിന്റെ സൂക്ഷ്മമായ രുചി, തക്കാളിയുടെ പുളിപ്പ് എന്നിവ വീട്ടിൽ തയ്യാറാക്കിയ മസാലയുടെ ചടുലതയോടൊപ്പം മട്ടർ പനീർ അമ്മയുടെ ഞായറാഴ്ച സ്പെഷ്യലാകാൻ കാരണങ്ങൾ ഏറെയുണ്ട്. അമുലിന്റെ നാവിലലിയുന്ന മൃദുവായ പനീർ 1 പാക്കറ്റ്, വേവിച്ച ഗ്രീൻ പീസ് 1 കപ്പ്, അമുൽ ക്രീം കുറച്ച്, ഉള്ളി, തക്കാളി എന്നിവ നന്നായി അരിഞ്ഞത് 2 കപ്പ് വീതം, ചെറുതായി അരിഞ്ഞ പച്ചമുളക് 2 എണ്ണം, എണ്ണ 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ, വെള്ളം 1 കപ്പ്. നിങ്ങൾക്കാവശ്യമായ മസാലകൾ ഇവയാണ്: ഉപ്പ് ആവശ്യത്തിന്, ജീരകം 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി, മല്ലിപ്പൊടി ഓരോ ടീസ്പൂൺ വീതം, ഗരം മസാല 1/2 സ്പൂൺ, ഹൽദി പൗഡർ 1/4 ടീസ്പൂൺ. തണുത്തുറഞ്ഞ പനീർ പാക്കറ്റ് കുറഞ്ഞത് 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് പനീർ ക്യൂബുകൾ ചൂടാക്കുക. സോസ് പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ജീരകം ഇടുക. ജീരകം പൊട്ടിത്തീരുന്നതുവരെ വഴറ്റുക. മുളക് ചേർത്തതിനു ശേഷം 1 മിനിറ്റ് ഇളക്കുക. അതിനുശേഷം ഉള്ളിയും അതിനോടൊപ്പം അല്പം ഉപ്പും ചേർക്കുക. ഉള്ളി മൃദുലവും അർത്ഥധാര്യവുമാകുന്നതുവരെ ഒരു തടിയുടെ സ്പൂൺ കൊണ്ട് ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വേഗം ഇളക്കുക. ഇനി തക്കാളി ചേർക്കുവാനുള്ള സമയമായി. തക്കാളി ചേർത്ത് നന്നായി ഇളക്കുക. തീ കുറച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കുക. തക്കാളി മസാലയിൽ കിടന്ന് വെന്ത് അതിന്റെ രസം മസാലയിൽ പിടിക്കും. ചേരുവകൾ വെന്ത് ഒരു നല്ല പേസ്റ്റായി മാറുന്നതുവരെ വേവിക്കുക. ഇനി സവാള തക്കാളി മസാല മിക്സ് പുറത്തെടുത്ത് തണുക്കാൻ അനുവദിക്കുക. ഈ മിക്സ് ഒരു ഫുഡ് പ്രോസസറിൽ അടിച്ച് നല്ല സോസിന്റെ പരുവത്തിലാക്കിയെടുക്കുക. കുഴമ്പ് വീണ്ടും സ്റ്റൗവിന് മേൽ വെച്ച് കുറുകുന്നതുവരെ തിളപ്പിക്കുക. വെള്ളം പൂർണ്ണമായും വറ്റിക്കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി എന്നീ മസാലകൾ ഇതിലേക്ക് ചേർക്കാം. അവ നന്നായി ഇളക്കുക. മസാല നല്ലതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചു വെള്ളം ചേർക്കുക. ഗ്രേവി നിങ്ങൾ ആഗ്രഹിച്ച പരുവത്തിലാകുന്നതുവരെ നിരന്തരം ഇളക്കിക്കൊണ്ടിരിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അത് തിളപ്പിച്ചതിനു ശേഷം കുറച്ചുനേരം ചെറിയ തീയിൽ വേവിക്കുക. ഇനിയാണ് ഈ വിഭവത്തിലെ താരത്തിനെ ചേർക്കേണ്ടത്: മൃദുലവും ക്രീമിയുമായ അമുൽ പനീർ. നന്നായി ഇളക്കുക. തക്കാളിയുടെ ചുവന്ന നിറം പനീറിൽ പിടിക്കുന്നതുവരെ പനീർ അതിൽ മുങ്ങിക്കിടക്കാൻ അനുവദിക്കുക. ഒടുവിൽ വേവിച്ചു വെച്ചിരിക്കുന്ന പീസ് ചേർക്കുക. പീസും പനീറും ഗ്രേവി മൂടത്തക്ക വിധം മെല്ലെ ഇളക്കുക. കറിയുടെ സത്ത് അവയിൽ നല്ലതുപോലെ പിടിക്കാൻ അനുവദിക്കുക. അമുലിന്റെ നാവിൽ വെള്ളമൂറുന്ന മട്ടർ പനീർ തയ്യാർ. അലങ്കരിക്കുന്നതിനായി കുറച്ച് അമുൽ ക്രീം ചേർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആസ്വാദ്യകരമായ മട്ടർ പനീർ തയ്യാറായിരിക്കുന്നു. ഇനി രുചികരമായ ഈ മട്ടർ പനീറിൽ ലയിച്ചു ചേരുക.